കൂട്ടായ്മയിലേക്ക്, പ്രാർത്ഥനാദിനയുടെ സംഗമത്തിലേക്ക് ആമേൻ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം അരുളുകയും ആമേൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. നമ്മള് പ്രാർത്ഥനാദിനിയായി ഈ ദേശത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് ആമേൻ അനേക വിഷയങ്ങൾ ദൈവത്തിൽ ഏറ്റെടുത്ത് ആമേൻ പ്രാർത്ഥിപ്പാൻ ആമേൻ നമ്മെ ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആമേൻ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ വിവിധ ആമേൻ സഭകളിൽ നാം ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ നമുക്ക് ഒരുമിച്ച് ആമേൻ ദേശത്ത് ആമേൻ ഇങ്ങനെ ഒരു പ്രവർത്തനവുമായി ദൈവത്തിന് മുമ്പോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കുന്നല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകം ആമേൻ പ്രാർത്ഥനാദിനയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ആമേൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ആമേൻ കുടുംബം ആമേൻ ഹല്ലേലൂയ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് എല്ലാവർക്കും ആമേൻ നല്ലതുപോലെ അറിയാം. ആമേൻ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം അവർക്കുണ്ടായിരുന്ന ഒരു അപകടത്തിൽ നിന്ന് ആമേൻ കർത്താവ് അവരെ അത്ഭുതകരമായി വിടുവിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മുടെ കരങ്ങളുമായി കർത്താവിന്റെ കാലം ആമേൻ ഏക ദൈവമക്കളുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന, സ്വർഗം പ്രാർത്ഥന കേട്ട് ആമേൻ പ്രിയ സഹോദരരുടെ മേൽ ദൈവത്തിന്റെ കൃപ ദൈവം പകർന്നു. ആമേൻ പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ വിടുതൽ ഹല്ലേലൂയ. ആമേൻ പ്രിയ ദാസിയുടെ മേൽ ദൈവം പകരട്ടെ. അതിനായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞത് സ്തോത്രം വളരെ പ്രയാസത്തോടാണ് കഴിഞ്ഞ ആമേൻ ദിവസങ്ങളിൽ ഇപ്പോഴും ആമേൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ ആമേൻ നമ്മളെ ദൈവദാസനെ കുടുംബത്തെ ഓർത്ത് ശക്തമായി പിന്നെയും പ്രാർത്ഥിക്കുക. പ്രാരംഭമായി അത് അറിയിക്കുക. ആമേൻ കോയിറ്റ് ചാപ്റ്ററിന്റെ ആമേൻ കൊയർ ആമേൻ ഹല്ലേലൂയ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ആമേൻ അവർ മുൻപോട്ട് കടന്നു വന്ന് ആമേൻ തുടർന്നുള്ള ആരാധന ലീഡ് ചെയ്യും. ദൈവമക്കൾ എല്ലാവരും ആത്മാവിൽ അല്പസമയം ദൈവത്തെ ആരാധിക്കണം, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനിടയാകട്ടെ. അതിനായി ആമേൻ പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും ആമേൻ മുൻപോട്ട് ക്ഷണിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പാടി മഹത്വപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ഹല്ലേലൂയ കാഴ്ചക്കാരായി നിൽക്കാതെ ഹല്ലേലൂയ നമ്മളെ നിർമ്മിച്ച നമ്മെ ഉണ്ടാക്കിയ ആ നല്ല പിതാവിന് ഹല്ലേലൂയ നന്ദി പറഞ്ഞ് എല്ലാ ആദരങ്ങളും ചലിക്കട്ടെ. അല്പസമയങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു. ദൈവമേ, നിങ്ങൾ ആയിരിക്കുന്ന അപ്പന്റെ കൃപയാല, നിങ്ങൾ ആയിരിക്കുന്ന അപ്പന്റെ കരുണയാല ഞങ്ങൾക്ക് ഒന്നുകൊണ്ടും പുകഴുവാനില്ല, പ്രശംസിക്കുവാനില്ല. വചനം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുക, ആരുടെ മേൽ? കർത്താവിന്റെ മേലിട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ദൈവമേ, എന്നെ അനുദിനവും കാക്കുന്ന, എന്നെ മാനിക്കുന്ന ഹല്ലേലൂയ എനിക്ക് വഴി തുറന്നു തരുന്ന നല്ല പിതാവ് ഇരുത്തിയുണ്ട്. അനുദിനവും അവൻ നല്ല മാതൃക ആകുന്നെനിക്ക്. പടമോ അനുദിനവും അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. നന്ദിയോടെ അതിരുകൾ ചലിക്കട്ടെ. ഇതുവരെ കണ്ടതല്ല പുതിയ അഭിഷേകത്തിന്റെ നിറവ്. ഹല്ലേലൂയ. നന്ദിയോടെ എല്ലാ അതിരുകളും ചലിപ്പിച്ചു പറഞ്ഞേക്ക്. എന്നെ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കുന്നില്ല. ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിലും എന്നെ മാനിക്കുന്ന ഒരു നല്ല പിതാവ്.
ഹല്ലേലൂയ. ദൈവിക കരുതൽ ഞാൻ അനുഭവിക്കുന്നു വിശ്വസിക്കുന്നവർ വെറുതെ നിൽക്കരുത്. നൃത്തത്തോടെ കൈത്താളത്തോടെ കർത്താവിനെ സ്തുതിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാം ഇസ്ഹാക്കിനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊരു യാഗം കഴിക്കാൻ വേണ്ടി. നമുക്കെല്ലാം അറിയാം. എന്നാൽ മകൻ ചോദിക്കുക, അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയോ? അപ്പം പറഞ്ഞ എന്താ? യഹോവ ഇരേ, യഹോവ കരുതും. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ എന്റെ കർത്താവ് നിന്നെ മാനിക്കാൻ പോകുകയാണ്. 2025 ഹാലലൂയ നന്മയുടെ വർഷമാണ്. 2025 തലമുറയുടെ മേൽ ഹാലലൂയ ചില അധികാരങ്ങളെ എന്റെ കർത്താവ് പകരുന്ന വർഷമാണ്. ഹാലലൂയ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, പരിശുദ്ധ ആത്മാവ് നിന്ന് പകൽക്കാലം ചില കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാണ്. അങ്ങനെ എന്റെ കരവും തട്ടി നന്ദിയോടെ എന്നെ പാടി മഹത്വപ്പെടുത്തുകയും ഹാലലൂയ കുന്തം കുറിച്ച് പിന്നൊടിച്ച് രഥങ്ങളെ തീയിട്ട് ചുട്ടുകളയുന്ന ദൈവം. അതുകൊണ്ട് എല്ലാ പ്രാണികളും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും ചലിപ്പിച്ച് ഞാനാകുന്നു എന്ന് പറഞ്ഞ ആർജിമായ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈവശമുണ്ട് നിത്യപിതാവിനെ കാരണത്തെ ആരാധിച്ച് ഹല്ലേലൂയ. വലിയൊരു ജീവ, വലിയൊരു
കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം കർത്താവിന്റെ കരം ചലിച്ചിട്ടുണ്ട്. അതിൽ സീയോൻ പർവ്വതത്തിന്റെ മധ്യഭാഗത്ത് എവിടെയോ ഒരുവൻ നിൽക്കുകയാണ്. 2-3 ദിനരാത്രങ്ങളല്ല, 40 ദിനരാത്രങ്ങൾ. എന്റെ കർത്താവ് യോശുവയെ നോക്കി പറഞ്ഞെന്നറിയാമോ? ഇനി ഭൂലോകത്ത് നിന്റെ നേരെ ആരും നിൽക്കുകയില്ല. അങ്ങനെ നീ കരയുമ്പോ നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവവേദത്തിലുണ്ട്. അവൻ നിന്നെ മാനിക്കും. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ആരെങ്കിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും മനുഷ്യന്റെ കൈ താണു പോകുമ്പോ എന്റെ കർത്താവിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം തുടർന്നുള്ള സമയം. ആമേൻ. ഹല്ലേലൂയ. നദിയോട് സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ആമേൻ. സിസ്റ്റർ ആമേൻ കുഞ്ഞിനാമ വർഗീസ് ആന്റിയെ മുമ്പോട്ട് ആമേൻ അതിനെ ലീഡ് ചെയ്യുവാനായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവത്തിലായിരിക്കാം തുടർന്നുള്ള സമയം മധ്യസ്ഥ പ്രാർത്ഥന ആമേൻ നടക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാ സമയത്ത് കർത്താവിന്റെ പാതപീഠത്തില് പ്രാർത്ഥനാദിനോടുള്ള ബന്ധത്തില് കുവൈറ്റ് ചാപ്റ്ററില് ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മളെ ഹല്ലേലൂയ പ്രകാരം കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു എങ്കിലും ഇപ്രകാരം കടന്നു വരുവാൻ ദൈവമക്കളെ ദൈവം ബലപ്പെടുത്തിയതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ ഹല്ലേലൂയ അറിയിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ സഹോദരങ്ങളെ അനേക വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗ്ഗം താണിറങ്ങി വന്ന് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച അനേക പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ലോകം വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. വല്ലാത്ത ഭീതി, വല്ലാത്ത നിരാശ. ഹല്ലേലൂയ. ലോകത്തിലേക്കൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് യൗവനക്കാരുടെ ജീവിതത്തില് ഹല്ലേലൂയ വളരെ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയില് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ എന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവെന്ന് അരുളി ചെയ്ത് എല്ലാ കാലത്തും ഞാൻ ഹല്ലേലൂയ നിന്റെ കൂടെയുണ്ട്, നരയോളം ചുമക്കാമെന്ന് പറഞ്ഞ നാഥൻ നമ്മുടെ മധ്യേ ഇന്ന് രാത്രികാലം ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണല്ലോ ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വാസ്തവമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മറുപടി നൽകാതെ ദൈവം പോയിട്ടില്ല. ഹല്ലേലൂയ. അതിന്റെ പേഴ്സണൽ ജീവിതത്തിൽ അടിയന് പറയാൻ കഴിയുന്ന കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഷ്ടകാലത്ത് ഞാൻ അവനോട് വിളിച്ചപേക്ഷിച്ചു, അവൻ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, അവൻ എന്നെ വിടുവിച്ചെന്ന് പറയുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ധൈര്യത്തോടെ ഇത് പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം അടിയിൽ നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് ഇടയാക്കിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കുവൈറ്റ് ചാപ്റ്ററിന്റെ ഹല്ലേലൂയ പ്രാർത്ഥനാദിനയുടെ ഈ മീറ്റിങ്ങിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ അനേക ആത്മാക്കള് ഹല്ലേലൂയ ഹല്ലേലൂയ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവ് ജീവിതങ്ങളെ കൂട്ടിവരുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക രക്ഷിക്കപ്പെടേണ്ടത്, അനേകരെ ദൈവത്തിലേക്ക് കടന്നു വരേണ്ടത്, ആത്മാഭിഷേകമുള്ള ഒരു ജനത ഹല്ലേലൂയ എഴുന്നേൽക്കേണ്ടത്, അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേൽക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കൂടി വരെയുള്ളൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ കൊയർ ലീഡ് ചെയ്തപ്പോൾ ഹല്ലേലൂയ ആ പാട്ടുകളൊക്കെ പാടിയപ്പോൾ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. അതിനായിട്ട് ഒരിക്കൽ ഭൃത്യന്മാർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെ അവിടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇടയാക്കട്ടെ എന്ന് അടിയനും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സജിപാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നാം അറിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ബെൻസൺ പാസ്റ്റർ കുടുംബമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആക്സിഡന്റ് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് നമ്മൾ അറിഞ്ഞു. എന്നാൽ ദൈവം കൊടുത്ത വലിയ വിടുതലിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദാസി ഹോസ്പിറ്റലായിരുന്നല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ പിന്നെയും അവിടെ മേൽ പകരപ്പെടുവാൻ എത്രയും പെട്ടെന്ന് പൂർണ്ണ വിടുതൽ പ്രാപിച്ച് പിന്നെയും ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹമായി കഴിഞ്ഞ നാളുകളുടെ ദേവദാസിയായി തീർന്നുകൊണ്ടിരുന്നു. പിന്നെയും ദൈവദാസിയെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ അവിടെ പ്രവർത്തനങ്ങൾ ആ ദേശത്ത് ഹല്ലേലൂയ പിന്നെയും വർദ്ധിച്ചു വരുവാൻ അനേക കർത്താവിനെ കണ്ടുമുട്ടുവാൻ കൊള്ളും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഫേബയെ അതിനായിട്ട് ക്ഷണിക്കുന്നു.
സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, എന്റെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥന എന്റെ കർത്താവ് എന്റെ കർത്താവ് പരമേൽപ്പിക്കുന്ന കർത്താവേ, എന്റെ കർത്താവ് ദേശത്തിന്റെ കർത്താവ് എന്റെ കർത്താവ് സത്യദൈവത്തെ അറിവാളും കൃപയും ഞാനും എന്റെ കർത്താവിനെ കൊടുക്കുന്നവൻ കൃപകൾക്കായി അങ്ങേ വാഴ്ത്തുന്നു ശ്രദ്ധിക്കുന്ന കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവ് എന്റെ കർത്താവിനെ അറിയാത്തതുകൊണ്ട് കർത്താവിനെ നീ കൂട്ടി വരുത്തണമേ കർത്താവേ. ഞങ്ങളുടെ കർത്താവെ പ്രാർത്ഥന ചാപ്റ്ററായിരുന്നു ഓരോ ദേശത്തെ എന്റെ കർത്താവിന്റെ പരമേൽപ്പിക്കുന്ന കർത്താവേ, അനേകരുടെ കർത്താവിനെ അറിവാളും കൃപയും ഞാൻ എന്റെ കർത്താവ് കൊടുക്കുന്നവൻ കൃപകൾക്കായി അങ്ങേ വാഴ്ത്തുന്നു ശ്രദ്ധിക്കുന്ന കർത്താവേ. ഞാൻ എന്റെ കർത്താവ് ഓരോ പ്രവൃത്തികളും ഏറ്റവും അനുഗ്രഹമാക്കിയത് തീർക്കുന്നവൻ കൃപകൾക്കായി ശ്രദ്ധിക്കുന്ന കർത്താവേ. അത് കർത്താവിന്റെ ജീവിതത്തിലും എന്റെ കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എന്റെ സുഖമിടിയായി തീർക്കുന്നവൻ കൃപകൾക്കായി അങ്ങേ വാഴ്ത്തുന്നു ശ്രദ്ധിക്കുന്ന കർത്താവ്. സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങള് ഹല്ലേലൂയ ഹല്ലേലൂയ വളരെ യുദ്ധഭീതികളൊക്കെയും കേട്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണല്ലോ നമുക്ക് ആയിരിക്കുന്നത്. അനേക പകർച്ചവ്യാധികള് പലവിധമായ പ്രയാസങ്ങള് ലോകത്തില് ഹല്ലേലൂയ ആയിരിക്കുന്നു. നമുക്ക് ദേശങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷം എല്ലായിടത്തും വ്യാപിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പടിവാതിൽക്കൽ കർത്താവിന്റെ വരവ് ആയിരിക്കുന്നു എന്ന് നമുക്ക് ഹല്ലേലൂയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധിയോടെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നമ്മൾ നിലനിൽക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കേണ്ടതിന് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് വളരെ എന്നെ ഭാരപ്പെടുന്ന ഒരു വിഷയമാണ് യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കുഞ്ഞുങ്ങള് യൗവനക്കാര് ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ അവര് പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻസ് മറ്റ് പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വസ്തുമായിട്ടുള്ള ഡെലിവറൻസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകാരമാണ് ആയിരിക്കുന്നത്, എന്നാൽ ഹല്ലേലൂയ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി വലിയ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാൻ ഒരു തലമുറ എഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ അഭിഷേകം നിറഞ്ഞൊരു തലമുറ തന്നെ നമ്മുടെ തലമുറകളിൽ ഓരോരുത്തരുമായി തീരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത രാജാവിനായി മന്ത്രിസഭയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവജനമൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ആൻഡ്രോസ് പാപ്പച്ചൻ എന്ന വാസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഹബേല് കൊടുക്കുവാന്റെ കൊണം ഹല്ലേലൂയ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. സകല നീതിന്യായ കോടതികളും ഹല്ലേലൂയ നമുക്ക് പ്രതികൂലമായിട്ട് വിധിക്കുമ്പോൾ സ്വർഗത്തിലെ അനുകൂലമായ കരം ദാസിന് വേണ്ടി നീട്ടിയനായി കുടുംബത്തിന് വേണ്ടി നീട്ടിയനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്കത് വാസ്തവമായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായല്ലോ. പിന്നെ അനേകം ദേവദാസന്മാര് ഞാൻ ഒരു ഇത് വായിച്ചു 500 ദേവദാസന്മാർ കൂടുതൽ കുടുംബങ്ങളായിട്ട് ഹല്ലേലൂയ ജയിലിലൊക്കെ ആയിരിക്കുന്നു കേൾക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. നാളുകളിൽ അനേകരുടെ കണ്ണുകൾ തുറക്കുവാൻ, അനേക കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെടുവാൻ, അനേകരോട് ഭയമില്ലാതെ ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുവാൻ അനേകർ ഇടയാക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ മേഖലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ മിഷണറിമാരെ എല്ലാം ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ടിൻസി പ്രാർത്ഥന സഹായിക്കേണ്ട ഒരുക്കണമേലും പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശുദ്ധ വേർപാടോട് ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ നീ ഒന്ന് പകരണമേലും പ്രാർത്ഥിക്കുന്ന കർത്താവ് കൃപയുള്ള കന്യകമാരെ പോലെ കർത്താവ് വെള്ളത്തിൽ എണ്ണയുള്ളവരായി കർത്താവ് ആയിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേലും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന ലോകത്തിന് കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളായി കർത്താവ് പോകുന്ന അനേക യുവജനം കർത്താവ് കർത്താവ് അഡിക്ഷനായി പോകുന്ന അനേക യുവജനങ്ങളുണ്ട്. ദൈവമേ നീ അവിടുന്ന് അറിയുന്നല്ലോ ദൈവമേ അവരുടെ മേലേക്ക് ഒരു ഡെലിവറൻസ് നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്കൂളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ കർത്താവ് ദൈവമേ ദുഷ്ട കൂട്ടുകെട്ടുകളൊന്നും അകപ്പെട്ടു പോകാതെ ദൈവമേ നീ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പലരീതിയിൽ സരിതാവിന്റെ കർത്താവ് ദൈവമായിട്ടുള്ള മക്കളായ കർത്താവെ അവർ വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ കുഞ്ഞുങ്ങളെ കർത്താവെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. രക്തകോടിയിലോ പറിച്ചു കൊടുക്കാനാകട്ടെ നീതിയായി കൂടിയിരിക്കുവാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രക്തകോടിയിൽ നിന്ന് പറിച്ചു കൊടുക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവെ അവരെ പത്യോപദേശത്തിൽ വളർത്തുവാൻ ഓരോ മാതാപിതാക്കളെയും നീ എവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വീണ്ടും നമുക്ക് ഹല്ലേലൂയ സജി പാസ്റ്റർ പറഞ്ഞ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ കാണുന്നത് പോലെ
അനേക ദേവദാസന്മാര് ഹല്ലേലൂയ നാളുകളിൽ വളരെ ആക്സിഡന്റിലൊക്കെ പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുവായ പല ഗണികളും ഹല്ലേലൂയ ദേവദാസന്മാർക്കെതിരെ നീക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവം അതിന്റെ മേലെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശക്തിയോടെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ മുൻപോട്ട് വെച്ച കാലുകള് പിന്നെ ഹല്ലേലൂയ ശക്തിയോടെ മുന്നോട്ട് വെച്ചുകൊണ്ട് നടക്കുവാൻ ഹല്ലേലൂയ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പലപ്പോഴും എന്റെ കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഹല്ലേലൂയ മകനെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ അനേക സംഭവങ്ങളെ ഞാൻ ഹല്ലേലൂയ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഇനി സാധ്യമല്ല, അസാധ്യമായി ഇനി ഒന്നും സംഭവിക്കത്തില്ല, അതിന്റെ മേലെന്ന് വിധി എഴുതിയ അനേക കാര്യങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ കാണുവാന്റെ കൊണ്ടാടി എന്റെ ജീവിതത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ അത് വലിപ്പമല്ല പറയുന്ന ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തി കൊണ്ട് ഈ ദിവസങ്ങളിൽ നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ അധികം ഫലം കായ്ക്കുന്നവരായി നാം ഓരോരുത്തർക്കും തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ കൊടിവരവിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് കണ്ട കുഞ്ഞുങ്ങളെ കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് പഠിക്കാനൊക്കെ ഒത്തിരി ഉണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനൊരു 3 കുഞ്ഞുങ്ങളുടെ മാതാവാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ മൂത്ത പൈതല് അടിയന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന് ഒരു ഡോക്ടറാകുവാൻ ദൈവം കൃപ ചെയ്തു. കൃപയല്ലാതെ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. അവന് എംഡിക്ക് അവൻ ആന്ധ്രയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവനെ കൊണ്ടുവരണം ഞാൻ ആഗ്രഹിച്ചാണ്. എന്നാൽ ഇന്നായിരുന്നല്ലോ മീറ്റിംഗ്, അവർ നാട്ടിലേക്ക് കടന്നു പോകാൻ കൊണ്ടിടയായി. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലെ ദൈവം അവനെ വാസ്തവമായിട്ട് ഒരു അനോയിന്റിങ് അവന്റെ ജീവിതത്തിലെ ദൈവം പകർന്നിട്ടുണ്ട്. ഞാൻ മാതാവാണ് എന്നോർത്ത് മറ്റുള്ളവരോട് പ്രശംസിക്കാനല്ല പറയുന്ന, കർത്താവിന്റെ കൃപ ഒന്ന് മാത്രം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വക്രതയുടെയും കോട്ടയമുള്ള തലമുറയുടെ നടുവിൽ വസിക്കുമ്പോൾ കർത്താവിന്റെ മക്കളായിട്ട് അന്ത്യം വരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന തലമുറകളായിട്ട് ഓരോ തലമുറകളും തീരണം. ഹല്ലേലൂയ. ഹന്ന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം അവന് ശമൂവേൽ ബാലൻ നൽകിക്കൊടുത്തു. നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന തലമുറകൾ ആരും വഴിവിട്ടു പോകാൻ ദൈവം സമ്മതിക്കരുത്. ഹല്ലേലൂയ. അതിനായി നമ്മുടെ പ്രത്യേകമായ ഹല്ലേലൂയ പ്രാർത്ഥന, നമ്മുടെ കുടുംബമായുള്ള പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ബ്രദർ മാത്യു ബ്രദറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, അപ്പാ പിതാവേ, നല്ല രാത്രി യാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ ഒരു മാസക്കാലം ഞങ്ങളെ ദൈവം പരിപാലിച്ചു. വീണ്ടും എന്റെ കർത്താവെ പ്രാർത്ഥനാതയുടെ ഒരു മീറ്റിംഗോട് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ കർത്താവ് കണ്ണിമണിയോടെ കാത്തു സൂക്ഷിച്ച് കർത്താവെ ഞങ്ങളെ പരിപാലിച്ച് ഇന്ന് ഈ രാത്രി കാലം ഞങ്ങളെ സന്നിധി കൂട്ടിവെത്തി കൃപയോർത്തോടെ സ്തോത്രം. കർത്താവെ അനേകം ഈ ഭൂമിയുടെ കർത്താവെ മാറ്റപ്പെട്ടു പോയപ്പോൾ അനേകം രോഗികളായി തീർന്നപ്പോൾ കർത്താവെ ഞങ്ങൾ മുഴുക്കണമായി ഞങ്ങൾ ദൈവം സൂക്ഷിച്ച കൃപയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ സന്നിധി സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് രാത്രി കാലം കർത്താവെ ദൈവമേ നീ നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ തലമുറ നശിച്ചു പോകാതെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി തീരുവാൻ അന്ത്യവരെ കർത്താവിനെ വെള്ളപ്പെടുത്തി ജീവിപ്പാൻ ദൈവം പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് രാത്രി കാലം കർത്താവ് കടന്നു എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സന്നിധി ഞങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവദാസന്മാരെ ഞങ്ങളുടെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവത്തിന്റെ കൃപയെ നിറയ്ക്കണമേ. സുസൂക്ഷ്മ ദൈവം ബലപ്പെടുത്തണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്റെ കർത്താവെ പറഞ്ഞ വിഷയങ്ങൾ ഒരു പ്രാവശ്യം അപ്പന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥന ഞാൻ സ്തോത്രം വേഗം നാമത്തിൽ തന്നെ. താങ്ക് യു. ദൈവം എനിക്ക് ഇങ്ങനെ ഇപ്രകാരം മീറ്റിംഗ് ലീഡ് ചെയ്യാൻ ദേവദാസൻ നൽകി തന്ന വിലയേറിയ സഹവാസത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. സ്തോത്രം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയാൻറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമേൻ ആ കാര്യങ്ങളെ ലീഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നമ്മൾ വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. ദൈവസ്ഥിതി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ വിവിധ വിഷയങ്ങളുണ്ട്. വീണ്ടും ദൈവസ്ഥില പ്രഭാത ഹൃദയത്തോടെ നമുക്ക് ദൈവസ്ഥിതി പ്രാർത്ഥിക്കാം.
ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മളെ ദൈവം അതിനായിട്ടാണ് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. തുടർന്ന് ആ ദൈവത്തിന്റെ വചനത്തിലേക്ക് ആമേൻ നമുക്ക് പ്രവേശിക്കാം. ഇന്ന് സന്ധ്യയില് ദൈവം നമുക്ക് നമ്മുടെ നടുവിൽ ഒരുക്കിയിരിക്കുന്നത് ആമേൻ പാസ്റ്റർ റിനോറിസ് അവറുകളെയാണ്. ആമേൻ ഹല്ലേലൂയ. കോവിഡ് ചാപ്റ്ററിന്റെ ആമേൻ സ്തോത്രം പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന ആമേൻ കർത്താവിന്റെ ദാസന് ആമേൻ ശക്തമായി ദൈവവചനത്തിലൂടെ തുടർന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളോട് സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ അതിനായി ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമുള്ള നാമം ഇന്ന് ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശേഷം ഈ മീറ്റിംഗിന് അധ്യക്ഷനായിരിക്കുന്ന പ്രാർത്ഥനാ ധനിയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ആമേൻ ഷാജി വർഗീസ് പാസ്റ്റർ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകമായ സ്നേഹ വന്ദനങ്ങളെ ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥന ധനി കുവൈറ്റ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥന ധനിയുടെ പ്രാർത്ഥന സംഗമമായി കൂടി വരുവാൻ കർത്താവ് അവസരം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ രീതിയിൽ ഗാനങ്ങൾ ആമേൻ ഹല്ലേലൂയ പാടി നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ ഒരുക്കിയതിന് ഹല്ലേലൂയ സ്തോത്രം നേതൃത്വം കൊടുക്കുവാൻ കർത്താവിന്റെ ദാസന്മാരെ ഒക്കെ ദൈവം ഉപയോഗിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ കൊയറിനെയൊക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവപാദപ്പെടുത്തലായിരിക്കാൻ കർത്താവ് ഒരവസരം കൂടെ ആ മേഖല പ്രകാരം ഒരിക്കൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകമായ വന്ദനവും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആമേ ദൈവസ്നത്തിൽ അല്പ നിമിഷങ്ങളായിരിക്കണമേ എന്ന് ദൈവസ്നത്തിൽ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആമേ ഹല്ലേലൂയ. വലിയൊരു സമയം ആമേ നമ്മുടെ മുമ്പാകെ ഇല്ല. ആമേ നമ്മുടെ മീറ്റിംഗ് ഒക്കെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനൊക്കെയുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ ആമേ അല്പ നിമിഷങ്ങൾ കൂടെ മാത്രം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവസ്നത്തില് ആമേ ചില നിമിഷങ്ങൾ കൂടെ ആയിരിക്കാൻ ദൈവസ്നത്തില് ആമേ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്നത്തിലായിരിക്കാം. ആമേ ഇന്ന് രാത്രിയിലെ അല്പനേര ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. യൂദയുടെ ലേഖനം ആമേ ഹല്ലേലൂയ സ്തോത്രം. അതിന് ഒരു അധ്യായമുള്ളൂ. ആമേ അതിന്റെ 24-25 വാക്യങ്ങൾ ഇന്ന് രാത്രി അല്പനേര ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. Yes. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കടങ്ങളിടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപ്രത്തങ്കിലായിരിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ കർത്താവെ അറിയുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അവസ്ഥകളെ ദൈവമേ അറിയുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. കർത്താവെ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇമ്പമേറിയ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട് കർത്താവെ അനുഗ്രഹം പ്രാപിച്ച കർത്താവെ സന്തോഷത്തോടെ മടങ്ങുവാൻ ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. ആമേ ശുശ്രൂഷിപ്പാന്റെ ആമേനെ കർത്താവ് ബലപ്പെടുത്തണമേ. ജനത്തെ എല്ലാവരും അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ഈ സഭയെ, ഈ ദൈവദാസനെ, ആമേ ഹല്ലേലൂയ, കുടുംബത്തെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് തിരുനാമ മഹത്വത്തിനാക്കി ഞങ്ങളെ നിർത്തണം. പ്രാർത്ഥന കേൾക്കായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. കർത്താവ് ആമേൻ നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നിട്ടുണ്ട്. അധികമായിട്ട് ദൈവമക്കൾക്ക് സന്തോഷം തന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് കാരണം ദൈവവചനം പറഞ്ഞിരിക്കുന്നത് സന്തോഷിപ്പി എന്നാണ് പൗലോസ് നമ്മോട് പ്രബോധിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്ക് സന്തോഷത്തോടെ ദൈവസ്നത്തില് അല്പനിമിഷങ്ങൾ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ചതായിരിക്കുന്ന തിരുവചനം യൂദയുടെ ലേഖനം ആമേൻ ഹല്ലേലൂയ അതിന്റെ 24-25 വാക്യങ്ങളാണ് നാം വായിക്കാൻ ഇടയായിത്തീർന്നത്. നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു തിരുവചനമാണ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസന്മാരിൽ നിന്നും കർത്താവിന്റെ ദാസനും ഒക്കെ ഈ ഭാഗങ്ങളൊക്കെ നാം കേട്ട് കാണും. എന്നാൽ ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ നിങ്ങളോട് പറഞ്ഞ് വേഗത്തിൽ സമയം ഹല്ലേലൂയ സ്തോത്രം അധികമായിട്ടില്ല. വേഗത്തിൽ 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് വിശാലപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
ഇവിടെ ആമേ ഹല്ലേലൂയ യൂദയുടെ യൂദ അപ്പോസ്തലൻ ആമേ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മെ ദൈവം വിളിച്ചത്, നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവ മക്കളാക്കി, ദൈവത്തിന്റെ അവകാശികളാക്കി, ദൈവത്തിന്റെ ജനമാക്കി ദൈവം നിർത്തിയിരിക്കുന്നത് ഈ ലോകത്തുള്ളതായിരിക്കുന്ന സമ്പത്തിന് വേണ്ടിയോ, ഈ ലോകത്തുള്ളതായിരിക്കുന്ന സുഖത്തിന് വേണ്ടിയോ, ഈ ലോകത്തുള്ളതായിരിക്കുന്ന ധനത്തിന് വേണ്ടിയോ, ഈ ലോകത്തുള്ളതായിരിക്കുന്ന മഹത്വത്തിന് വേണ്ടിയോ, ഈ ലോകത്തുള്ള പദവിക്ക് വേണ്ടിയോ ഒന്നിനുമല്ല ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മെ ദൈവം തെരഞ്ഞെടുത്തത്, നമ്മെ ഹല്ലേലൂയ ദൈവം വിളിച്ച് വേർതിരിച്ചത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരമാണ് ആമേൻ ഹല്ലേലൂയ യൂദ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. സഹോദര സഹോദരി, ആമേൻ, മാതാവേ പിതാവേ കുഞ്ഞെ, ദൈവം നമ്മെ വിളിച്ചത് നിനക്ക് കാറ് തരാമെന്നല്ല. ആമേൻ, ദൈവം നിന്നെ വിളിച്ചത് ഹല്ലേലൂയ നിനക്ക് ജോലി തരാമെന്നല്ല, നിന്നെ അമേരിക്ക കൊണ്ടുവിടാമെന്നല്ല, നിന്നെ അവൻ ന്യൂസിലൻഡിൽ കൊണ്ടുവിടാമെന്നല്ല, അവൻ ലോകത്തിലുള്ള സകല പദവികളും നിനക്ക് തരാമെന്നല്ല. അതൊക്കെ ദൈവം തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ യൂദ അപ്പോസ്തലൻ പറയുന്നത് വീഴാതെ വണ്ണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ കർത്താവിന്റെ ദാസി പ്രിയ ആന്റി പറയുവാനിടയെത്തുന്നു. ആമേൻ, കുഞ്ഞുങ്ങളെ കാണാൻ കഴിഞ്ഞപ്പോൾ എനിക്കും വളരെയധികം സന്തോഷം ഉണ്ടാകുവാനിടയെത്തുന്നു. ഇന്ന് അനേക കുഞ്ഞുങ്ങളെ ആലയത്തിലേക്കോ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഒന്നും കിട്ടുന്നില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മറ്റു പല ബിസിനസ്സുകൾക്കും വേണ്ടി അവർ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. മാതാപിതാക്കൾക്ക് സമയമില്ല, അതുപോലെ ആമേൻ കുഞ്ഞുങ്ങൾക്ക് സമയമില്ല. ആമേൻ അവരുടെ വിദ്യാഭ്യാസം അവരുടേതായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ പല ബിസിനസ്സുകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ഞാൻ പറയുക ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ വീഴ്ത്തുവാൻ വേണ്ടി പിശാച് പലവിധമായ പദ്ധതികൾ ഒരുക്കി അവൻ അടുത്തു വരുമ്പോ ആമേൻ ഹല്ലേലൂയ ദൈവമക്കളെ നാം തിരിച്ചറിയുക. ഹല്ലേലൂയ. ഈ ലോകത്തുള്ളതായിരിക്കുന്ന ഒന്നിനു വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. ആമേൻ ഹല്ലേലൂയ. അവന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ വേണ്ടിയാ. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുവാനിടയാകട്ടെ. Praise the Lord. Hallelujah. Amen. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ആമേൻ ഈ യൂദയുടെ ലേഖനത്തിൽ ആമേൻ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അതില് 7 കാര്യങ്ങളുണ്ട്. സ്തോത്രം. ആ 7 കാര്യങ്ങളും പ്രസംഗിക്കണമെങ്കിൽ ആമേൻ മണിക്കൂറുകൾ നമുക്ക് വേണം. എന്നാൽ ആമേൻ സ്തോത്രം 7 കാര്യങ്ങൾ 7 പോയിന്റുകൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആമേൻ നിൽക്കണമെങ്കിൽ ആമേൻ സ്തോത്രം വീഴാതെ വണ്ണം ആമേൻ സ്തോത്രം മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിൽക്കണമെങ്കിൽ ഒന്നാമതായിട്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യൂദയുടെ ലേഖനത്തിൽ തന്നെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മോട് പറയുക, ദൈവമക്കളെ, ദൈവദാസനെ, ആമേൻ പൈതലേ, ആമേൻ സ്തോത്രം വിശ്വാസത്തിന് വേണ്ടി ആമേൻ നാം പോരാടുന്നവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ അവരോട് കൂടെ കൂടാനും ഇവിടെ ചെല്ലുമ്പോൾ ഇവരോട് കൂടെ പോകാനല്ല, നാം അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി അവസാനത്തോളം പോരാടുന്നവരായിരിക്കണം. Praise the Lord. ആമേൻ. വിശ്വാസത്തിന് വേണ്ടി പ്രാണത്യാഗത്തോളം നാം ദൈവത്തിൽ എതിർത്തു നിന്ന്
പിശാചിനോട് നാം പോരാടുവാനിടയാകണം. ലോകത്തോട് നാം പോരാടുവാനിടയാകണം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം പോരാടി ജയിക്കുവാനിടയാകണം. സ്തോത്രം. അതിന് എന്താ ചെയ്യണമെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം സ്തോത്രം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സാക്ഷികളെ ഇത്ര വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്നത് അവരെയൊക്കെ മറന്നിട്ട് ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശുവിനെ നോക്കി നാം ഓട്ടം ഓടുവാനിടയാകണം. ഹല്ലേലൂയ. അവിടെ ഇവിടെ നോക്കി പോയാൽ നാം വീണു പോകും. ഹല്ലേലൂയ. വിശ്വാസത്തിനും അതിന്റെ പൂർത്തി വരുത്തുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ ഉള്ളൂ. ആമേൻ. യേശുവിനെ നോക്കിയാൽ നാം ക്ഷീണിച്ചു പോകത്തില്ല. നാം യേശുവിനെ നോക്കിയാൽ നാം അടുത്തു പോകത്തില്ല. യേശുവിനെ നോക്കിയാൽ ആമേൻ നാം വീണു പോകത്തില്ല. ഇന്ന് രാത്രി നമ്മെ വീഴാതെ വണ്ണം കാക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനേക ദേവദാസന്മാരുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ സഭയിൽ, അല്ലേ? നമുക്ക് അനേക ദേവദാസന്മാരുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമുക്ക് വേണ്ടി അനേക വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു തന്ന് വീഴാതെ, ഹല്ലേലൂയ, താണുപോകാതെ, അവൻ പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, അവൻ ഹല്ലേലൂയ കുഴഞ്ഞു പോകാതെ മുന്നോട്ട് പോകുവാൻ അനേക ദൈവഭക്തന്മാർ നമ്മോട് പറഞ്ഞതായിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ. ആമേൻ. ഹല്ലേലൂയ. നാം മറന്നു പോകരുത്. അത് നാം കേട്ട് നാം ശ്രദ്ധയോടെ കരുതി നാം മുന്നോട്ട് പോയാ നാം വീണു പോകുവാനിടയാകത്തില്ല. Praise the Lord. Hallelujah. ആമേൻ സ്തോത്രം. മറ്റു പലരും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവര് പറയുന്നത് സ്തോത്രം പലയിടയന്മാരുണ്ട്. സ്തോത്രം കൗലിടയന്മാരുണ്ട്. ആമേൻ സ്തോത്രം യഥാർത്ഥ ഇടയനുമുണ്ട്. ആമേൻ സ്തോത്രം ഇടയൻ ഏതാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ട് ഇടയൻ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നാം വീഴുവാൻ ഇടയാകത്തില്ല. നാം മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുമ്പോ നല്ല ഇടയനെ അനുസരിച്ചു നല്ല ഇടയന്റെ വാക്ക് കേട്ട് പോകുന്ന ദൈവമേ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നമ്മെ സൂക്ഷിപ്പാനിടയായി തീരും. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ദൈവദാസന്മാരുടെ അവൻ നമ്മുടെ യഥാർത്ഥ ഇടയന്റെ വാക്കുകൾ കേൾക്കണം. അവിടെ പോകരുത്, പോകരുത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവിടെ അത് ചെയ്യരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആരുടെയൊക്കെ പോകണം, എവിടെയൊക്കെ പോകണം, എന്ത് ചെയ്യണമെന്ന് ആമേൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവദാസന്മാരുടെ ആമേൻ നമ്മുടെ ഇടയന്റെ വാക്കുകൾ നാം കേൾക്കണം. ആമേൻ സ്തോത്രം. മൂന്നാമതായിട്ട് ആമേൻ സ്തോത്രം അതിന്റെ 20 ആമേൻ മുതലുള്ള വാക്യങ്ങൾ വായിച്ചട്ടെ. ആമേൻ സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തണം. സ്തോത്രം. ഒന്ന് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവും വരുത്തണം. ആമേൻ സ്തോത്രം. അത് മാത്രമല്ല മറ്റുള്ളവരുടേക്കും ആത്മീക വർധനവ് വരുത്തണം. സ്തോത്രം. മറ്റുള്ളവരുടെ ആത്മീകം നഷ്ടപ്പെടുന്ന ഒരു വാക്കും പറയരുത്. സ്തോത്രം. ആമേൻ സ്തോത്രം. ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ നാം എന്താ ചെയ്യണത്? ആത്മീക വർധനവ് വരുത്തണം. അടുത്ത വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. ആമേൻ സ്തോത്രം. 4-ാമത്തെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. അടുത്ത വായിച്ചാട്ടെ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 5-ാമതായി പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിപ്പാൻ ഇടയാകണം. സ്തോത്രം. ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ. 6-ാമത് പറഞ്ഞിരിക്കുന്നത് 23-ാമത്തെ വാക്യം. ഓ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തീയിലായിരുന്നില്ലേ?
ഈ തീയിൽ നിന്ന് അനേക നമ്മെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, അനേകരുടെ കണ്ണുനീരിന്റെ ഫലമായിട്ട്, അനേകരുടെ നിലവിളിയുടെ ഫലമായിട്ട് നാം പുറത്തു വന്നത്. ഇതുപോലെ തീയിൽ കിടക്കുന്നുണ്ട്. അവര് പുറത്തു വരണം. അവർ നശിച്ചു പോകരുത്. അവർ നിത്യജീവൻ പ്രാപിക്കണം. അതിനുവേണ്ടി നാം അവരെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവമേ അവൻ നമ്മെ പോലെ അനേകത്തിൽ കിടക്കുന്നുണ്ട്. അവര് പുറത്തു വരണം. അതിന്റെ ചുമതല നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വീണു പോയവരെ നാം തീയിൽ നിന്നും അവൻ പുറത്തു കൊണ്ടുപോരണം. അവൻ സ്തോത്രം. ഏഴാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ സ്തോത്രം അതിന്റെ 24-25 വാക്യങ്ങൾ വായിച്ച ഭാഗമാണല്ലോ. വീഴാതെ വണ്ണം അവൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം സൂക്ഷിക്കാൻ എത്ര നോക്കിയാലും കഴിയത്തില്ല. നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഓ ആ ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓ, ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുന്നത്, മകനെ, മകളെ, സഹോദര, സഹോദരി, കുഞ്ഞെ, അമ്മേ, നീ വീഴാതെ വണ്ണം നിന്നെ താങ്ങുന്ന നിന്റെ ദൈവം. ഓ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വിടുവിക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടേതായിരിക്കുന്ന അറിവല്ല, നമ്മുടേതായിരിക്കുന്ന ശ്രേഷ്ഠതയല്ല. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം നമ്മെ സൂക്ഷിച്ച്, ദൈവം നമ്മെ പരിപാലിച്ച്, ദൈവം നമ്മെ വീഴാതെ വണ്ണം ദൈവം നമ്മെ നടത്തുന്നു. 46-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവർ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം എന്റെ സങ്കേതമായതുകൊണ്ട്, ദൈവം എന്റെ ബലമായതുകൊണ്ട് അവൻ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീഴും. അതിന്റെ കോപമുണ്ട്, അത് ഇരച്ച് കലങ്ങും. എന്നാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഇന്ന് രാത്രി ദൈവമേ, അവൻ എന്തെല്ലാം സംഭവിച്ചാൽ, എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി വന്നാലും അവൻ നമ്മെ വീഴാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നാം ആശ്രയിക്കുന്നത്. ആ ദൈവം നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ആരെല്ലാം നമ്മെ മറന്നാല്, ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാല്, നമ്മെ ഹല്ലേലൂയ നമ്മെ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീഴാതെ വെള്ളം നമ്മെ കാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി തേജസ്സോടെ നിർത്തുന്ന ആമേൻ നല്ലൊരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നാം എത്ര നോക്കിയാലും നാം നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. നാം പാട്ടുപാടുവാൻ ഇടയായിത്തീർന്നല്ലോ. ആമേൻ. നിന്നതല്ല, നാം നിർത്തിയതാണ്. ഹല്ലേലൂയ. ആമേൻ. 2025 ആരംഭിച്ച സമയത്തൊക്കെ ആമേൻ എത്രയോ പ്രാവശ്യങ്ങൾ വീഴാൻ ആമേൻ ഹല്ലേലൂയ അവസരങ്ങൾ ആമേൻ വന്നു. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. ഓരോ ദിവസവും നാം ഒന്ന് നോക്കിയാട്ട്, പത്രമാധ്യമങ്ങളിലൂടെ നോക്കിയാട്ട് എത്രയോ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ ആമേൻ ഹല്ലേലൂയ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ ദൈവം നമ്മെ സൂക്ഷിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. ആ ദൈവം നമ്മെ ഹല്ലേലൂയ നടത്തുവാൻ, ആ ദൈവം നമ്മെ ഹല്ലേലൂയ കരുതുവാൻ വിശ്വസ്തനായ ദൈവമാകുന്നു. ആ ദൈവത്തിൽ നമുക്ക് അധികമായി ആശ്രയിക്കാം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.